TV അരുൺ അവിടെ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ അവിടെ എന്താണ് നടക്കുന്നത്? അരുൺ, എനിക്ക് തോന്നുന്നു അരുൺ അവിടെ നിർമ്മാണത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ഓക്കെ, അരുൺ അവിടെ ആളുകളോട് സംസാരിക്കുക. അരുൺ, എനിക്ക് തോന്നുന്നു അവിടെ ഈ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി ആ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം അവിടെയാണ് അരുൺ ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ ആ നാട്ടുകാർ എന്താണ് പറയുന്നത്? അരുൺ, എന്താണ് അവിടുത്തെ പ്രതികരണം? തീർച്ചയായിട്ടും ഇതൊരു ഈ ഭാഗം നമ്മൾ ഈ പുഴയ്ക്ക് അപ്പുറം കാണുന്ന ഒരു ആൽമരം നിൽക്കുന്ന ഭാഗം, അവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു. തൊട്ട് ഈ സൈഡിൽ ഇപ്പുറത്തെ ഒരു സ്കൂളുണ്ടായിരുന്നു, നിരവധി വീടുകളുണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാം സാധാരണ ഗ്രാമീണ മേഖലയുടെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്ഥലമായിരുന്നു. അതാണ് ഇത്തരത്തിലൊരു ഒരു സ്ഥലത്ത് പുഴ ഒഴുകുന്നു, അപ്പുറത്ത് കുറെ മൈതാനം പോലെ സ്ഥലം കിടക്കുന്നു. എല്ലാം ഈ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെട്ട് ഒലിച്ചു പോയിരിക്കുന്നു. ഏതായാലും ഈ പാലത്തിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ കരസേനാ ഉദ്യോഗസ്ഥർ പോകുന്നു. അതായത് ഇതിന്റെ പ്രഭവ കേന്ദ്രമായ അവിടേക്ക് കൂടുതൽ ആളുകൾ ഉദ്യോഗസ്ഥർ എത്തുന്നു. അവിടേക്ക് പോകുന്നു. പാലം നിർമ്മിച്ചതിന്റെ വേഗം കൂടും, രക്ഷാപ്രവർത്തന വേഗം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അരുൺപാലോന്റെ ദൃശ്യങ്ങൾ അവിടേക്ക് പോയാൽ താൽക്കാലിക പാലത്തിന്റെ ഭാഗത്തേക്ക് പോയാൽ അവിടെ കൂടുതൽ തടികൾ മറ്റും ചേർത്ത് കൂടുതൽ ശക്തമായ ഒരു പാലം അവിടെയും നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ അനുമോദൊക്കെ കടന്നുപോയ ആ വഴിയിൽ, പുഴ മറികടന്നു പോയ വഴിയിൽ കുറച്ചുകൂടി ശക്തമായ ഒരു പാലം അവിടെ താൽക്കാലികമായി കുറച്ചുകൂടി തടിയൊക്കെ ഇട്ട് അവിടെ ഒരു പാലം, തടിയും മറ്റ് ഫൈബർ ബോർഡും ഒക്കെ വെച്ച് അവിടെ പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ആ മേഖല അതിനുള്ള ശ്രമമാണ് കരസേനാ ഉദ്യോഗസ്ഥർ നടത്തുന്നവർ. അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ പാലം നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളത്. 170 മീറ്ററോളമാണ് പാലം നിർമ്മിക്കേണ്ടത്. ഈ പാലം നിർമ്മിച്ച് നമ്മൾ ആ മരത്തിൽ കയർ ഇവിടെ നിന്നൊരു കയർ അവിടേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ മരം ആ ഭാഗത്തേക്കൊരു പാലം വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് വളരെ വേഗത്തിലേക്ക് പോകാൻ കഴിയൂ. അതിനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പുറത്തും അക്കരെയും അതിനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം നടക്കുന്നുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഇന്ന് രക്ഷാ ദൌത്യം പുരോഗമിക്കുന്നത് തന്നെ പറയണം. രാത്രി 11 മണി വരെയൊക്കെ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരുന്നു. അതിനുശേഷം ആ രീതിയിൽ നടന്നില്ല. പക്ഷെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആ വേഗത്തിൽ നടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു നിര തന്നെ താൽക്കാലിക പാലം എന്ന് പറയാൻ കഴിയില്ല. അവിടേക്ക് ഈ പുഴ മുറിച്ചു കടക്കാനായി നിർമ്മിച്ച ആ തടിപ്പാലത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ, വലിയൊരു നിര ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുന്നുണ്ട്. അവർ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കേണ്ടതുണ്ട്. അവിടേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഈ പാല നിർമ്മാണത്തിനും ഈ രണ്ട് കരയിലും ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം അനിവാര്യമാണ്. അതിനുവേണ്ടി കൂടിയാണ് പക്ഷേ ഉദ്യോഗസ്ഥർ അപ്പുറത്തേക്ക് കൂടി വലിയൊരു എണ്ണം ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുന്നത്. ഈ പുഴ മുറിച്ചു കടന്ന അത്യന്തം അപകടകരമായ സാഹചര്യങ്ങൾ ആണെങ്കിൽ പോലും അവർ അവിടേക്ക് പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും രക്ഷാദൌത്യം വളരെ വേഗത്തിൽ ഇവിടെ പുരോഗമിക്കുകയാണ്. വളരെ വേഗത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് പരമാവധി ആളുകളെ വീണ്ടെടുക്കാൻ കഴിയണം. ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഇനി അവശേഷിക്കുന്നത്. ഈ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അവിടെ ജീവനോടുകൂടി ഇത്രയും മണിക്കൂറുകൾ അതിജീവിച്ച് നിൽക്കുന്ന ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ചെളിയിൽ പുണ്ടുപോയ മട്ടിലാകാം, അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കടിയിലാകാം. അത്തരമുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ടല്ലോ. അവരിലേക്കൊക്കെ എത്താൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉരുൾപൊട്ടലിൽ ചൂരൽമല എന്ന ചെറുപട്ടണത്തോട് ചേർന്നൊഴുകിയ പുഴ ഗതിമാറിയതോടുകൂടിയാണ് ഒരു ഗ്രാമം ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ടത്. വെള്ളാർമല സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും ഗതിമാറി ഒഴുകി എത്തിയ പുഴ തകർത്തു കളഞ്ഞു. ചൂരൽമല ക്ഷേത്രത്തിന്റെ തറ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അമ്പലായിരുന്നു, അത് തറ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവിടെ മൊത്തം ഒലിച്ചുപോയി ഇവിടെ. എന്നാലും ആ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു, ആ ഭാഗത്തൊക്കെ ഒലിച്ചുപോയി. അവിടെ ഈ ഭാഗം മൊത്തം
ഈ ഒരു മുൻപുണ്ടായിരുന്ന മേഖലയല്ലാതെ അല്ല ആ നാട് മാറിപ്പോയി. ഞങ്ങൾ ആ കണ്ട നാടല്ല ഇപ്പോ ഇവിടെ ഉള്ളത്, ഒക്കെ മാറിപ്പോയി. നിങ്ങൾ ഇവിടുത്തുകാരനല്ല, ഞാൻ തൊട്ടടുത്തുള്ള. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പല സ്ഥലങ്ങളും കാണാൻ വരവുണ്ട്. എന്റെ കുടുംബം ഇവിടെ ചൂരൽമല ഉണ്ട്, അട്ടമലക്ക് പോകുന്ന വഴിയാണത്. ആകെയുള്ള ഒരു പാലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. വേറൊരു വഴി ഇതിനകത്ത് ഇല്ല, വേറൊരു വഴിക്ക് പോകാനില്ല. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകൾ ഇപ്പോ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എടുക്കണമെങ്കിൽ കോൺക്രീറ്റിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഈ വീട് നിലത്ത് പതിച്ചിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് കുറെ ആളുകൾ. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോ വലിയ ഭാരമുള്ള എക്സ്കവേറ്ററും JCB ഒക്കെ വേണമെങ്കിൽ താൽക്കാലിക പാലം നിർമ്മിച്ചതിന് ശേഷമേ അതിന് ഇത് വരാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ആളുകൾക്ക് പോലും നടക്കാൻ കഴിയാത്ത പാലത്തിലൂടെ യന്ത്രങ്ങളും എത്തില്ലല്ലോ. എത്തില്ല. അല്ല, വലിയ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടി വരും ഇതിലെ വരാൻ. വളരെ ദുഷ്കരമാണ്. ഇപ്പൊ മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പോകും. ഇതൊക്കെ പുതിയ വീടുകളാണ്, പുതിയ വീട് പണിയെടുക്കുന്ന വീടുകളാണ് ഇത്. ഇതില് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു സംശയമുണ്ട് ഇതിനകത്ത്. ചിലപ്പോ ഒരാളുടെ സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തനാണിത്. ഓനിവിടെ അല്ല, അവന് മൈസൂർ എവിടെയാണ് ഇത്. ചിലപ്പം ആളുണ്ടാവാൻ സാധ്യതയുണ്ട്, കൃത്യമായിട്ട് അറിയില്ല. വാടക കൊടുത്തിരുന്നാണ് തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ പുതിയ വീടുകളാണ് അങ്ങേ ഭാഗത്തുള്ളത്. പക്ഷെ ആ വീടിനകത്താണ് രണ്ടാൾ മരിച്ചതായാലും ഒരാളെ ബോഡി കിട്ടിയെന്നുള്ളത്. അപ്പുറത്ത് കാണുന്ന ആ ഷീറ്റ്, ആ കാണുന്ന ഷീറ്റ് വീട്. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു കേട്ടത്. പിന്നെ ഇതിന്റെ അപ്പുറത്തുള്ള വീടുകളെ കുറിച്ച് ആളുകളുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ അപ്പുറത്തുകൂടെ പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വീട്ടിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കയറി നോക്കുക എന്നുള്ളതാണ്. അതായത് ഇതുപോലെ വെള്ളം ഈ വീട്ടിൽ ഇപ്പോൾ താമസമില്ല. ഓൾറെഡി ഈ വീട്ടിൽ ഇപ്പം പുതിയ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ താമസമില്ല. ഈ വീട് ഇപ്പം വാടകയ്ക്ക് കൊടുത്തിനോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ ഈ വീട്ടിൽ ഇപ്പൊ കയറി നോക്കും. കൃത്യമായിട്ട് അറിയില്ല ആളുണ്ടോ ഇല്ല. ഇപ്പൊ അതിന്റെ ഉള്ളിൽ കയറി നോക്കേണ്ട ഒരു ഇതുണ്ട്. ഇപ്പം ചളിയും മണ്ണും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നീക്കം ചെയ്തിട്ട് മെല്ലെ ഉള്ളിൽ കയറി നോക്കും. ഇതേപോലെ തന്നെ അവിടെയുണ്ട് ഒരു വീട്. പിന്നെ ആ കാണുന്ന വീടൊക്കെ ഇതേ സ്ഥിതിയിലാണ്. വീണ്ടും വി അരുണിലേക്ക് പോകുന്നു. അരുൺ, അവിടെ ആ ദൗത്യം ആരംഭിച്ചു എന്ന് തോന്നുന്നല്ലോ. തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു കൂടിയാണ്. ഒന്ന് ഇവിടെ നിന്ന് ഇപ്പൊ അരുൺ പാലോട് നിൽക്കുന്നതിന് നേരെ താഴെ ഭാഗത്ത്, ക്യാമറ നിൽക്കുന്നതിന് നേരെ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട JCB പോലുള്ള യന്ത്രങ്ങൾ നിൽക്കുന്ന ഭാഗത്ത്, അവിടെ നിന്നാണ് അക്കരയ്ക്ക് ആ ആൽമരത്തിലേക്ക്, നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന ആ അവിടത്തെ ആൽമരത്തിലേക്ക്, ചൂരൽമല ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്തെ ആൽമരത്തിലേക്ക് വലിയ റോപ്പുകൾ ഇന്നലെ തന്നെ വലിച്ചു കെട്ടിയിരുന്നു ഉദ്യോഗസ്ഥർ. അവിടെ അതുവഴിയാണ് അങ്ങോട്ടേക്ക് കടന്ന് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു നിമിഷം, ഞാൻ CK നൂറുദ്ദീൻ